നമസ്കാരം, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ ബിഗ് ബോസ് ഇന്നലെ റിവ്യൂ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എവിക്ഷൻ ഇന്ന് നമ്മൾ സിജോ എവിക്റ്റ് ആയിരിക്കുവാണ്. സിജോയുടെ ബർത്ത്ഡേ ആയിട്ട് തന്നെ എവിക്റ്റ് ആക്കിയത് നസ്റ്റമറ നല്ല സങ്കടം തോന്നിയില്ലേ എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു മത്സരാർത്ഥി ആയിരുന്നു. എന്താ പറയുക, ഒരു പക്ഷേ സായിയുടെ ഒക്കെ കോമ്പോ പിടിച്ചില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വോട്ട് കിട്ടുമായിരുന്നു. ലാസ്റ്റ് നന്ദന, സായി കൃഷ്ണൻ, സിജോ 3 പേരുടെ കോമ്പോ വളരെ ബോറിംഗ് ആയിരുന്നു. അവരുടെ പ്ലാനിങ് ഒക്കെ ഭയങ്കര ഫെയില്, പുറത്തേക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് വന്നു. സിജോയുടെ അതുവരെ കാണാത്തൊരു മുഖമായിരുന്നു സായി നന്ദന കൂട്ടുകെട്ടിൽ പിന്നെ ഉണ്ടായിരുന്നത്. ഓരോ ടാസ്കിലും മറ്റുള്ളവരെ പ്ലാൻ ചെയ്ത് തോൽപ്പിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഭയങ്കര നെഗറ്റിവിറ്റി കൊടുത്തു. അതായിരിക്കാം സിജോ പുറത്തായത്. എന്തിനാണ് അതിലൊരെന്തോ ഒരു വിഷമം തോന്നുന്നു. കാരണം ശ്രീതു സേഫ് ഗെയിം കളിക്കുന്ന ശ്രീതു അവിടെ നിലനിൽക്കുമ്പോൾ അത്യാവശ്യം നല്ല വിസിബിളായിരുന്നു. സിജു ഔട്ടായിട്ടുണ്ട്. പിന്നെ നാളെ മുതൽ നമുക്ക് റീ എൻട്രി ഭയങ്കര ആഘോഷമാട്ടോ. പിന്നെ റീ എൻട്രിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. റീ എൻട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ജാൻമണി കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജിൻഡയ്ക്ക് കട്ട സപ്പോർട്ടായിട്ട് നമുക്ക് ജാൻമണി ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമ്മുടെ ജിൻഡോ കലക്കുമല്ലേ. കാരണം നമുക്കെപ്പോഴും നമ്മൾ എത്രയ്ക്ക് ഒറ്റയ്ക്ക് കളിച്ചാൽ നമുക്ക് പേഴ്സണലി നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഒരു പില്ലർ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് നമുക്ക് ജിൻഡോയെ കുറച്ച് സ്മാർട്ടായിട്ട് നല്ല സൂപ്പറായിട്ട് കാണാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സൺഡേ ആണ് ഫിനാലെ വരുന്നത്. സോ ഫിനാലെ നമുക്ക് ജിൻഡപ്പനെ കിട്ടണമില്ല. നമുക്ക് നെക്സ്റ്റ് സൺഡേ സമയത്ത് നമുക്ക് ഏകദേശം അറിയാം വിന്നറായിരുന്നു. കാരണം ഓൾറെഡി ലൈവ് അല്ലല്ലോ, ഷൂട്ട് ലൈവ് അല്ലല്ലോ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ നമുക്കറിയാം ആരാ വിന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സമയം വീഡിയോ ചെയ്യുമ്പോൾ എന്താ പറയുക, വിഷമമായിരിക്കും. കാരണം വിഷമമല്ല, സന്തോഷമായിരിക്കണം. പിന്നെ വിഷമം എന്ന് പറയുമ്പോൾ പിന്നെ ബിഗ് ബോസ് ഇല്ല. നമുക്ക് ഓരോ ദിവസത്തെ റിവ്യൂ ചെയ്യാൻ ബിഗ് ബോസ് ഇല്ല എന്നോർത്തൊരു വിഷമമുണ്ട്. എന്ത് തന്നെയായാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഗബ്രി കയറുന്നുണ്ടെന്നാണ് പറയുന്നത് നെക്സ്റ്റ് വീക്ക്. ഗബ്രിയുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ ജാഫർ അങ്കിളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഗബ്രി കയറുന്നു എന്ന് പറയുന്നു. കറക്റ്റ് ജാസ്മിന് എങ്ങനെ കളിക്കണമെന്നൊരു, കാരണം ഗബ്രി എവിക്റ്റായ ശേഷം 1 വീക്ക് മാത്രമാണ് കുറച്ച് വിഷമിച്ചൊക്കെ നിന്നത്. അത് കഴിഞ്ഞിട്ട് പാരൻസ് വീക്കായ സമയത്ത്, ഫാമിലി വീക്കായ സമയത്ത് ജാസ്മിൻ്റെ ഫാമിലി വന്നിട്ട് മാലയൊക്കെ ഊരി വാങ്ങിയിട്ട് വേറെ മാലയൊക്കെ ഇട്ടിട്ട് പുറത്ത് നമ്മുടെ കാത്തിരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഷീ ഈസ് ടോട്ടലി ചേഞ്ച് അല്ലേ. പിന്നെ ഗബ്രിന്നൊരു വാക്കില്ല. പിന്നെ എന്താ പറയുക, അഫ്സലിന് കൊടുത്ത പാവയിൽ തലവെച്ച് കിടക്കുന്നു. പിന്നെ അതൊക്കെ മാറി. കറക്റ്റ് അവർക്കറിയാം ഇന്നലെ, അതായത് കമ്മിങ് വീക്കിൽ റീ എൻട്രി ഉണ്ട്, ഗബ്രി വരും എന്നറിയുമ്പോൾ കറക്റ്റ് കണ്ടോ വാഴയില എടുത്തിട്ട് അതിൽ ഗബ്രി ജാസ്മിൻ ഒരു എഴുതി വെക്കുകയാണ്. കറക്റ്റ് അവർക്കറിയാം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്. പക്ഷേ എനിക്ക് എൻ്റെ കാഴ്ചപ്പാട് തോന്നുകയാണെങ്കിൽ എനിക്ക് അടുത്ത വ്യാഴ്ച ഗബ്രിയായിട്ട് വരുവാണെങ്കിൽ, ഗബ്രിയായിട്ട് ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കണമെങ്കിലും ഗബ്രിയായിട്ട് വരുമ്പോൾ ജാസ്മിന് നെഗറ്റീവായിട്ട് പോകും എന്നാണ് എൻ്റെ ഒരു കാഴ്ച കണക്കുകൂട്ടൽ കേട്ടോ. കാരണം നോർമലി ഗബ്രി ആയാലും ജാസ്മിൻ ആയിരുന്നാലും അടിപൊളി പ്ലെയറാണ്. ജാസ്മിൻ ഭയങ്കര സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ്. കാരണം അതുപോലെ ഒരു മൈൻഡ് പവർക്ക് ഭയങ്കരമാണ്. കാരണം പുറത്ത് വന്നിട്ട് ബിഗ് ബോസ് അല്ല ലൈഫ്, ജാസ്മിന് പുറത്താണ് നെഗറ്റീവിൻ്റെ കൂമ്പാരം കിടക്കുന്നത്. അതൊക്കെ ഓവർകം ചെയ്ത് ലൈഫ് വരണമെന്ന് വെച്ചാൽ ഭയങ്കര മനസ്സിൻ്റെ ധൈര്യം വേണം അല്ലേ. ആ ജാസ്മിൻ ഉണ്ട്. ഇന്നലെ ജിൻഡോ പറയുന്നുണ്ട് ജാസ്മിൻ എവിടെ വിട്ടാലും ജീവിച്ചോളൂ, കാരണം വായി ഫുള്ള് നാക്കാന്ന്. അത് അവളുടെ കഴിവ് തന്നെയാണല്ലേ. ഒരു കാര്യം സംസാരിച്ച് നിൽക്കാനുള്ള കഴിവ്, അതും ഓരോരുത്തരുടെ കഴിവ് പോലെ അതും ഒരു കഴിവ് തന്നെയാണ്. എന്ത് തന്നെയായാലും നെക്സ്റ്റ് വീക്ക് നമ്മുടെ ജാസ്മിന് നെഗറ്റീവ് ആകാനും ഒരുപക്ഷെ ഗബ്രി ഒരു 1 ഡേ ഒക്കെ വന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും തോന്നുന്നു. കാരണം 5 ഡേയ്സ് നിൽക്കുമ്പോൾ ജാസ്മിൻ ഓട്ടോമാറ്റിക്കായിട്ട് ഗബ്രിയുടെ അണ്ടറിലേക്ക് പോകും. അല്ലെങ്കിൽ ഗബ്രിയും ജാസ്മിനുള്ള കോംബോ ആയിരിക്കും അധികം. ഒരു പക്ഷേ ഗബ്രിന് ചിലപ്പോൾ അകത്ത് കയറുമ്പോൾ ശ്രദ്ധിച്ച് കയറുമായിരിക്കും അല്ലേ. കാരണം ഓൾറെഡി അവന് ജാസ്മിൻ നെഗറ്റീവ് ഉള്ളത് അറിയാമെന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ശ്രദ്ധിക്കും. എന്നാലും നമ്മുടെ രണ്ടുപേരും എന്താ പറയുക, ഗബ്രി ജാസ്മിനെ മൈൻഡ് ചെയ്യാണ്ട് പോയാൽ എന്തുകൊണ്ടായിരിക്കും ജാസ്മിൻ്റെ ഷോ അങ്ങനെ ഒരു ചേഞ്ചസ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ ജാസ്മിൻ നമ്മുടെ ജിൻഡോ സ്ട്രോങ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ അർജുൻ ടോപ്പ് 5 ലാസ്റ്റ് ആ എപ്പിസോഡാണ് അർജുനെ ടോപ്പ് 6 എത്തിച്ചത്. ടോപ്പ് 3 വരുമോ? കാരണം വരാനുള്ള ആ ഒരു എപ്പിസോഡ് മതി. ഭയങ്കര പ്രേക്ഷകർക്കിടയിലേക്ക് ഇടിച്ചു കയറിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ചാൻസസ് കേട്ടോ. പിന്നെ ടോപ്പ് കുറച്ച് പേര് പറയുന്നുണ്ട് ടോപ്പ് 2 മേ ബി വരാമെന്ന്. ടോപ്പ് 2 അല്ലെങ്കിൽ ജാസ്മിൻ ഔട്ടായിരിക്കും. അർജുൻ വിത്ത് നമ്മുടെ
ജിൻഡോ ആയിരിക്കും വരിക. അപ്പോൾ നമ്മുടെ ജിൻഡോ തന്നെ ജയിക്കും, ജിൻഡോ തന്നെ ജയിക്കും. കാരണം എല്ലാവരും പറയുന്നത് ബിഗ് ബോസ് അൺഫെയർ ആണ്, ഭയങ്കര അവർ പ്രേക്ഷകരുടെ വോട്ടല്ല നോക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ എന്തോ എനിക്ക് ഈ ഒരു കാര്യത്തിൽ, കാരണം നമ്മുടെ ആ ഒരു ഇത് നോക്കിയാലും എന്താ പറയുക, ഫസ്റ്റ് എപ്പിസോഡ് നോക്കിയാലും സാബുവിന് തന്നെയായിരുന്നു വോട്ട് അല്ലേ. അന്നൊക്കെ മിസ്ഡ് കോളായിരുന്നു. അന്നേരം ഞാൻ ഒത്തിരി അപ്പോൾ എനിക്കൊന്നും മൊബൈലിലായിരുന്നു, മമ്മിയുടെ മൊബൈലിൽ ഞാൻ മിസ് കോൾ അടിക്കുമായിരുന്നു. സോ പേളി മണിക്ക്. അപ്പോൾ അങ്ങനെ മിസ്ഡ് കോളുള്ള മെസ്സേജ്. അത് കഴിഞ്ഞിട്ട് പേളി മണിക്കല്ലായിരുന്നു, പക്ഷേ എനിക്ക് പേളി മണിയായിരുന്നു കേട്ടോ ഇഷ്ടം. ഭയങ്കര അവരുടെ ലവൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് സീസൺ വന്ന സമയത്ത് ആരായിരുന്നു സെക്കൻഡ് സീസണിൽ? ആരായിരുന്നു? തേർഡ് ആരും ഇല്ലായിരുന്നു അല്ലേ. തേർഡാണ് മറ്റേ നമ്മുടെ അല്ല തേർഡാണ് രജിത് കുമാർ. എനിക്ക് രജിത് കുമാറിനെ ആയിരുന്നു കേട്ടോ ഇഷ്ടം. ഫോർത്ത് നമ്മുടെ റോബിൻ ടീം അല്ലേ, അടിപൊളിയായിരുന്നു. അതിൽ നമ്മൾ റോബിൻ പുറത്താക്കിയതോടെ കുറേയൊക്കെ പോയി. എനിക്ക് ബ്ലെസ്ലി, റോബിൻ അല്ല എനിക്ക് ബ്ലെസ്ലി ആയിരുന്നു ഇഷ്ടം. പിന്നെ ഫൈവിൽ നമ്മൾ അഖിൽ മാരാർ അല്ലേ. അപ്പോൾ സെക്കൻഡ് മണിക്കുട്ടൻ അല്ലേ, അതെ സെക്കൻഡ് എനിക്ക് മണിക്കുട്ടൻ്റെ തന്നെയായിരുന്നു ഇഷ്ടം. പിന്നെ കുറച്ച് കിടിലും ഫിറോസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ നോർമൽ പേഴ്സണലായിട്ട് അദ്ദേഹത്തിന് കുറേ നല്ലോണം അറിയാം, അതുകൊണ്ട് തന്നെ നല്ലൊരു മനുഷ്യനാണ്. അവർ പറയുന്ന പോലെ കുറച്ച് ഒരുപാട് നെഗറ്റീവായിരുന്നു പുറത്ത് വിടുന്നത്, എഡിറ്റ് ചെയ്ത് വിടുന്നതല്ലേ. പക്ഷെ അത് റിയൽ ആളല്ല, ഒരിക്കലും പണത്തിന് വേണ്ടിയിട്ട് ഒരാളെ ചതിക്കുന്ന ടൈപ്പല്ല. അത്രയ്ക്ക് ഭയങ്കര നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ് കിടിലൻ ഫിറോസ്. എനിക്ക് കിടിലൻ ഫിറോസിനെ ആയിരുന്നു ഇഷ്ടം. അത് കഴിഞ്ഞാൽ കിടിലൻ ഫിറോസ് കഴിഞ്ഞാൽ എനിക്ക് മണിക്കുട്ടനെ ആയിരുന്നു ഇഷ്ടം. മണിക്കുട്ടൻ നോർമലി സിനിമ ഫീൽഡിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ എന്തൊരു സപ്പോർട്ടൊക്കെ ഉണ്ട്, പിന്നെ നല്ലൊരു ഹ്യൂമൻ ആയിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കിടിലൻ ഫിറോസിനെയാണ് ബെസ്റ്റായിട്ട് തോന്നിയിരുന്നത്. പിന്നെ സിക്സ് ജിൻഡോ തന്നെയാണ്. സ്റ്റാർട്ടിങ് ഫസ്റ്റ് വീക്കിൽ എനിക്ക് അത്ര അങ്ങോട്ട് അല്ല, ഫസ്റ്റ് വീക്കിലേ ഇഷ്ടം തോന്നിയ ഒരാളാണ് ജിൻഡോ. കാരണം ആ ഒരു ബ്ലൂ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന സമയത്ത് ആ ഒരു ഫസ്റ്റ് ഡാൻസ്, അത് മുതൽ അകത്ത് കയറിയപ്പം മുതൽ ദേഷ്യപ്പെട്ടപ്പം മുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ഒരു മനുഷ്യനാണ്. പുറത്ത് ഏറ്റവും നെഗറ്റീവ് വന്നപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെയും ഇഷ്ടം ഇത് തന്നെയാണ്. പിന്നെ ഔട്ടായി പോയതിൽ എനിക്ക് ആരെ ഇഷ്ടമെന്ന് ചോദിച്ചാൽ എനിക്ക് അൻസിമേനെ ഇഷ്ടമായിരുന്നു. പിന്നെ ഇപ്പോൾ സിജോനെ ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ഈ രതീഷിന് ഇഷ്ടമാണ്. കാരണം രതീഷിന് ഇഷ്ടം കാരണം നമുക്ക് ജിൻഡയ്ക്ക് സപ്പോർട്ട് ചെയ്തത് കൊണ്ട്. അതിലെനിക്കൊരു ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണെന്ന് പറയുമ്പോൾ നീ വിന്നാകണമെന്ന് സിജോയോട് പറഞ്ഞത്, ആ ഒരു ഇഷ്ടക്കുറവ് തോന്നി രതീഷിനോട്. എന്നാലും നമുക്ക് കാണാമല്ലേ, എല്ലാവരും വോട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് മാക്സിമം ശ്രമിക്കാം, നമ്മുടെ ജിൻഡോ ജയിക്കും. നമുക്ക് ജയിച്ചിട്ട് ഞാൻ വരും ലൈവിൽ. താങ്ക് യു, ബൈ.